கட்டப்பனையில் மலையின் மேல் பகுதியிலிருந்து பெரிய பாறை உருண்டு விழுந்தது. 3 குடும்பங்களை சம்பவ இடத்திலிருந்து மாற்றியுள்ளனர். திங்கட்கிழமை இரவுதான் சம்பவம். பாறை மலைப்பகுதியிலிருந்து வந்த நேரத்தில் பெரிய மரத்தில் இடித்து நின்றதால் பேராபத்து தவிர்க்கப்பட்டது. கட்டப்பனை பாரமடை கொந்தளம்பாறையில் தான் சம்பவம். இரவு 9 மணிக்கு தான் மிகப்பெரிய சத்தத்துடன் மலையின் மேல் பகுதியிலிருந்து மிகப்பெரிய பாறை மக்கள் വസിക്കും പകുതിയിൽ വിழுന്നത്. എപ്പോഴാണ് നമ്മളിവിടെ വരുന്നത്, എപ്പോഴാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ 7 മണിയോട് കൂടി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ 7 മണി കഴിഞ്ഞു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി പ്രദേശമെല്ലാം കണ്ടു. അവിടെ എല്ലാം കല്ലുകൾ പൊട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങ് മണ്ട വരെ കയറിയപ്പോഴും ഓരോ കല്ലുകളും വന്ന് ആ ഭാഗത്തെ മരത്തിൻ്റെ പോലും തൊലി പോയി അത് പാറ പൊട്ടിച്ചെടുത്ത് മാറ്റി വെച്ചേക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നറിയില്ല. ചൂട് കൂടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല. എങ്കിൽ പോലും നമുക്ക് പ്രദേശവാസികളോട് എപ്പോഴും സുരക്ഷിതരായി ഇരിക്കാൻ തന്നെയാണ്, കരുതലോടെ ഇരിക്കുക എന്നാണ് പറയുന്നത്. അതോടൊപ്പം ഇപ്പം വില്ലേജിൽ നിന്ന് സാറ് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സാർ വന്ന് എന്താണോ തീരുമാനം എടുക്കുന്നത് അതിൻ്റെ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും. மரங்களில் தட்டி நின்றதால் பேராபத்து தவிர்க்கப்பட்டது. பாதுகாப்பின் பாகமாக அங்கு வசித்த 3 குடும்பங்களை இரவிலே வேறு இடங்களுக்கு மாற்றியுள்ளனர். ഇന്നലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടുന്ന് ആൾക്കാർ വിളിച്ച് പറഞ്ഞതുപോലെ പാറ മുകളിൽ നിന്ന് ഉരുണ്ട് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം തന്നെ എല്ലാവരെയും വിളിച്ചു, ചെയർപേഴ്സണെ വിളിച്ചു. അപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞു അന്നേരം തന്നെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. എല്ലാവരും പറഞ്ഞു മെമ്പറെ കയറി പോകേണ്ട, രാത്രിയല്ലേ, രാത്രി കയറിപ്പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ ഇതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഇവിടെയുള്ള പിള്ളേർ സെറ്റ് തയ്യാറായി വാ കയറാമെന്ന് ഞാനും പറഞ്ഞു എന്നും പറഞ്ഞ് ഞങ്ങൾ രാത്രി മണ്ട ചെന്നപ്പോൾ അത് ഡേഞ്ചറായിട്ട് ശരിക്കും ഇരിക്കുക. അപ്പോൾ വില്ലേജ് ഓഫീസറെ വിളിച്ചു. വില്ലേജ് ഓഫീസർ പറഞ്ഞു ഇവിടെയുള്ള ആൾക്കാരെ എല്ലാം രാത്രി മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ വീടുകളിലും ചെന്ന് അത്യാവശ്യം ആൾക്കാരെ എല്ലാം മാറ്റിയിട്ടാണ് ഇപ്പോൾ രാവിലെ ഇവിടെ വന്നത്. രാവിലെ ഇവിടെ വന്ന് ഇപ്പോൾ ചെയർപേഴ്സണും ഉണ്ടായിരുന്നു. ഞങ്ങൾ മുകളിൽ കയറി. അപ്പം ഇപ്പോൾ വില്ലേജ് ഓഫീസർ വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലല്ലേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി ആലോചിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പം രാവിലെ തിരിച്ച് വന്നിട്ടുണ്ട് അവർ. അപ്പോൾ ഇനി വില്ലേജ് ഓഫീസർ വന്നു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എന്നാന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാം. ഒരു അപകടസ്ഥിതി ഉണ്ടോ? നല്ലതായിട്ട് അപകടസ്ഥിതി ഉണ്ട്. അത് ശരിക്കും പൊട്ടിച്ചെടുത്ത പോലെ തന്നെയല്ലേ ആ പാറ ഇരിക്കുന്നത്. അപ്പോൾ ഊർന്നിരിക്കുന്നതുകൊണ്ട് ശരിക്കും എല്ലാവർക്കും തന്നെ പേടിയാണ് ഇവിടെയുള്ളവർക്ക്. மிக உயர்ந்த பகுதிகளில்தான் ஒரு பாறை கீழ்ப்பகுதிக்கு உடைந்து விழுந்துள்ளது. അത് ഇന്നലെ രാത്രി ഒരു 8 മണിയോടുകൂടി ഭയങ്കര ശബ്ദമാണ് ആദ്യം കേൾക്കുന്നത്. ശബ്ദം കേട്ട് കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി. ഞാൻ താമസിക്കുന്നത് നമ്മുടെ തറവാടാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പറമ്പിൻ്റെ വ്യത്യാസമാണ്. അപ്പം ഞങ്ങളെല്ലാം പുറത്തിറങ്ങി തന്നെ ഞങ്ങൾ ആ ഭാഗത്തുള്ളവർക്കാണ് ഇതിൻ്റെ ശബ്ദം കൂടുതൽ കേട്ടത്. ഈ താഴെ ഭാഗത്തുള്ളൊരു ശബ്ദം അങ്ങനെ കേട്ടില്ല. പിന്നെ ഞങ്ങളവിടെ നിന്ന് വിളിച്ചൊക്കെ ചോദിക്കുമ്പോഴാണ് ഇവർക്കൊരു വിജനോട് ഞാൻ വിളിച്ചു. ഇങ്ങോട്ട് പിന്നെ ഈ ഭാഗത്ത് ഒന്നും ഒരു സാധ്യത നമുക്കില്ല. അപ്പോൾ അങ്ങോട്ടാണ് പോയത്, നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പം വിജയനോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചാൽ വിജയൻ പറഞ്ഞു ഞാൻ അക്കരെയാണ്, ഞാനിപ്പം വിളിച്ചിട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫോൺ വിളിച്ച് വളരെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് സംഭവം. പിന്നെ രാത്രിയിൽ കുറേ ആൾക്കാരൊക്കെ വന്നു. ഞങ്ങളത് നിരുത്സാഹപ്പെടുത്തുക ചെയ്തത്. കാരണം ഇതിൻ്റെ ബാക്കി എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ പിന്നെ കയറി വരുന്ന സമയത്ത് വീണ്ടും പോരുവാണെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് അവരെ എന്നാലും കുറേ പേര് വന്നു. രാത്രി 12 മണിക്കല്ല ഇതിന് മണ്ടയിൽ ആളായിരുന്നു. ഇങ്ങനെ മാറിപ്പോകുന്നതുകൊണ്ട് ഭയങ്കര ഒരു ഭാഗ്യം പോലെ ആണ്. അങ്ങോട്ട് മാറിയാൽ വീട്, ഇങ്ങോട്ട് മാറിയാലും വീട്, ഇടത്തോട്ട് വലത്തോട്ടോ മാറിയാൽ വീടാണ്. രാത്രി സമയം TV ഒക്കെ കണ്ടിരിക്കുന്ന സമയമാണ്. ഭയങ്കരമായ ഒരു അപകടം ഉണ്ടായേനെ. എന്തായാലും ദൈവം കാത്തു. മുൻപ് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്? ഇപ്പോൾ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. இதற்கு முன்பும் இந்த பகுதியில் சிறிய அளவில் பாறைகள் உடைந்து விழுந்த சம்பவம் ஏற்பட்டுள்ளது. பாறைகள் இனியும் இதுபோன்று விழ வாய்ப்புள்ளதால் பொதுமக்கள் ஜாக்கிரதையாக இருக்கவும் முன்னெச்சரிக்கை வழங்கப்பட்டுள்ளது. நியூஸ் பீரோ, கட்டப்பனை.